ഹലോ, നമ്മളിപ്പോൾ കാലിഫോർണിയ റെഡ്വുഡ് നാഷണൽ പാർക്കിലാണുള്ളത്. നമ്മളൊരു ട്രിപ്പ് പോയതാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഈ റെഡ്വുഡ് നാഷണൽ പാർക്ക് നടിക്കുമ്പോൾ ആദ്യം വരും ഫേൺ കാനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരലുണ്ട്. അപ്പോൾ ശരി, നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ്. നമ്മൾ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 0.5 മൈൽസാണ് ട്രെയിൽ. പോണ വഴിക്കൊക്കെ ചെറിയ സ്ട്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമുക്ക് പിള്ളേർക്ക് വാട്ടർ ഷൂസ് ഇടുന്നതാണ് നല്ലത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾക്കത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഷൂമൊക്കെ ഇട്ടിട്ടാണ് പോയത്. ചിലരൊക്കെ ക്രോക്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്ക് പോണ വഴിയിൽ മൊത്തം പിള്ളേർ അതിൽ നടന്ന് ചവിട്ടി കളിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞു കുഞ്ഞി പെബൽസും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. വലിയ വലിയ ട്രീസാണ് ഇവിടെ ഉള്ളത് റെഡ്വുഡ് നാഷണൽ പാർക്കിൽ. പിന്നെ ഈ ഫേൺ കാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 അടി ഉയരത്തിൽ ഇങ്ങനെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ മല പോലെ ഉണ്ടാവും. അതുമ്പോൾ നിറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫേൺസ് ഉണ്ടാവും. അതാണ് ഈ ഫേൺ കാനിയൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ഇതിലിങ്ങനെ ചെറുതായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ബ്യൂട്ടി ആയിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത്. ചെറിയൊരു പാലൊക്കെ ഇട്ടിട്ട് കണ്ടോ, മരത്തിൻ്റെ വെള്ളത്തിൽ കൂടെ ചെറിയ പാലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പിള്ളേരെല്ലാം വെള്ളത്തിൽ കൂടെയൊക്കെ തന്നെയായിരുന്നു നടന്നത്. അധികം ആഴമൊന്നുമില്ല, നമുക്ക് കളിക്കാം, ധൈര്യമായിട്ട് പിള്ളേരെ വിടാം. പിന്നെ ഇവിടെ നമ്മൾക്ക് റെസ്റ്റിംഗ് ഏരിയ എന്നൊന്നും പറയാൻ അങ്ങനെ സ്ഥലമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മരത്തുമ്മലൊക്കെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിക്കാം, പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നടക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ എൻട്രൻസ് ഫേൺ കാനിയനിലേക്കുള്ള. പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴൊക്കെ ഉണ്ടാവും ചെറുതായി ഇങ്ങനെ ഫേൺസ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് നോക്കണം. പിന്നെ ഇവിടെ എത്തുമ്പോൾ ആണ് റിയലായിട്ട് ഉള്ള ഫേൺസ് കണ്ടോ, ഫുള്ളിങ്ങനെ ഒരു 50 അടി ഉയരത്തിലാണ് ഈ ഫേൺസ് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു മതിൽ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് നല്ല രസമുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഫേൺ കാനിയൻ. പിന്നെ ജുറാസിക് 2ൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ജുറാസിക് പാർക്കില്ലേ മൂവി, ഡൈനോസറിൻ്റെ അതൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ചില ഭാഗങ്ങളൊക്കെ പിന്നെയും വേറെ മൂവീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, മരങ്ങളൊക്കെ വീണ് കിടക്കണു. ഇത് ഫുള്ള് ലൂപ്പ് ഞങ്ങൾ ചെയ്തില്ല. ലൂപ്പല്ല, ഫുള്ള് ട്രെയിൽ നമ്മൾ ചെയ്തില്ല. ചേട്ടനെല്ലാം ട്രെയിൽ ചെയ്തു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കുറേ മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകണം. പക്ഷെ നല്ലൊരു എന്താ പറയുക, എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നല്ല കാം റിലാക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഈ ഫേൺ കാനിയൻ. നമ്മൾ ടയേർഡായിരുന്നു, ഇനി നമുക്ക് വേണോ വേണ്ടോ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ വന്നത് എന്തായാലും നന്നായി. നമുക്കിതൊക്കെ കാണാൻ പറ്റി, നല്ല രസമുണ്ടായിരുന്നു. അപ്പം കണ്ടോളൂ കേട്ടോ വീഡിയോ. ഒരു 0.5 മൈൽസാണ് ഈ ട്രെയിൽ. നമുക്ക് നടക്കാനൊക്കെ എളുപ്പമാണ്. ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാവും, മരങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാവുന്നതാണ്. പിന്നെ സമ്മറിൽ പോണതാണ് നല്ലത്. നമ്മൾ മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും, കാൽമുട്ട് വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും നമുക്ക് ഈ ട്രെയിൽ ചെയ്യാൻ. അപ്പോൾ സമ്മറിൽ പോകാൻ നോക്കണം. അതുപോലെ തന്നെ ഇവിടെ വലിയ എൽക്കിനെ കാണാൻ പറ്റും. ഏറ്റവും വലിയ എൽക്കിനെ നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റുക. റൂസവെൽറ്റ് എൽക്കുന്ന ആണ് അതിനെ പറയുക. വലിയ കൊമ്പൊക്കെ ഉള്ള എൽക്ക്. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ പോണ വഴിയിൽ. അതിങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. നമ്മൾ നന്നായി തിരിച്ചോടി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എൽക്കുണ്ടെങ്കിൽ ആ വഴി നമ്മളത് പോവാണ്ടിരിക്കുകയാണ് നല്ലത്. ഗ്രൂപ്പായി പോകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒറ്റയ്ക്കൊന്നും പോകാൻ അത്ര സേഫ് അല്ലാന്ന് തോന്നി. എൽക്കുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഹൈ ഹ്യൂമിഡിറ്റി കാരണം ഇവിടുത്തെ വോൾസ് എല്ലാം എപ്പോഴും ഈർപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ ചെടികളും നല്ല പച്ചപ്പായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ ഫേണുകളൊക്കെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളി ആയിട്ട് ഇരിക്കുന്നത്. അതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. നമുക്കിതിന് നാച്ചുറൽ പാരഡൈസ് എന്ന് പറയാം. കുഞ്ഞു കുഞ്ഞു അരുവികളും കുഞ്ഞു ഈ ഫേണിൻ്റെ അതിൽ കൂടെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു
ക്ലൈമറ്റും നല്ലൊരു സുഖമുള്ള ഒരു പാരഡൈസ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അതിന് അത്രയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പോയി കാണണം. ബായ്.